നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? നമ്മുടെ ലാലേട്ടനും ശോഭന ചേച്ചിയും തകർത്ത് അഭിനയിച്ച പടം തുടരും. അത് കാണാനാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. ആറ്റുനോറ്റൊരു സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അപ്പം ആദ്യം കറണ്ട് പോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ടോർച്ച് ലൈറ്റൊക്കെ. അതൊന്നും പോരാണ്ട് ഇതാ ഇടിയും മിന്നലും വേറെ. എന്തൊരവസ്ഥയോ എന്തോ. കണ്ട മിന്ന് കണ്ട. കാണാത്തൊരു സങ്കടപ്പെടണ്ട, ഇനിയും കാണാം. അപ്പോഴാണ് അത് സംഭവിച്ചത്. ലാഡറിൽ കറണ്ട് ഇല്ലാണ്ടിരിക്കും. വിനീതേട്ടൻ നൈസായിട്ടൊന്ന് പറ്റിക്കാൻ നോക്കിയതാ, പക്ഷേ നടപടിയായില്ല, ചീറ്റിപ്പോയി. എൻട്രൻസ് പോയിന്റിൽ തന്നെ ലാലേട്ടൻ്റെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് പാർക്കിംഗ് ഏരിയയിലോട്ടാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്നും മുകളിലോട്ട് ലിഫ്റ്റും സ്റ്റെയർസും ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു സിനിമ കാണാൻ പോകുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് കേട്ടോ. പിന്നെ എമിക്കുട്ടൻ വരുന്ന വഴിയിൽ തന്നെ ആള് ഫ്ലാറ്റായി ഉറങ്ങിപ്പോയി. വിനീതേട്ടൻ പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ആ സമയം നോക്കി ഞങ്ങളും ഒരു വീഡിയോ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റുമായിട്ട് ഇതാ ഏട്ടൻ വന്നു കേട്ടോ. പിന്നെ ഇപ്പം എന്താ നേരെ ഉള്ളിലോട്ട്, അല്ലാണ്ട് പിന്നെ സ്ക്രീൻ നമ്പർ 3 കേട്ടോ ഞങ്ങളുടെ മൂവി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. ആഡറിൻ്റെ ഉൾവശമൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല ഹൈജീനിക്കാണ്, നല്ല എൻവയോൺമെൻറ്റാണ്, നല്ല വൈബാണ്. ഫോട്ടോസും സെൽഫീസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പറഞ്ഞ് ഇതിപ്പോൾ ലാഡറിൻ്റെ പരസ്യമായോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തുടരും. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മൂവി സ്റ്റാർട്ടായിട്ടോ. മൂവി കൊള്ളായിരുന്നു കേട്ടോ. നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ മൂവിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആളുകളെ കാണാത്തത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഇറങ്ങിയത്. പൂരവും കഴിഞ്ഞ് കൊടി എറിഞ്ഞപ്പോൾ ദേ ഒരാൾ എണീറ്റു. എവിടെ കുട്ടിയുടെ അമ്മ? ദേ പോളൂ. അവരെല്ലാവരും ലിഫ്റ്റിൽ വരട്ടെ, ഞങ്ങൾ എസ്കലേറ്ററിലേ പോവുള്ളൂ. എസ്കലേറ്ററിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ബ്രഷ് ഷൂ വൃത്തിയാക്കാനാണെന്ന് പറഞ്ഞു പറ്റിക്കുന്ന വിനീതേട്ടനെയാണ് കേട്ടോ നമ്മളീ കാണുന്നത്. അതും വിശ്വസിച്ചുള്ള നടപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കാറിൽ കയറി തിരിച്ച് വീട്ടിലോട്ട്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ, തിരക്കുണ്ടായിരുന്നല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ബായ്.